കുഞ്ഞ വലിച്ചിടല്ലേ അടി 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 ഗിഫ്റ്റ് ബോക്സ് തുറക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പാ ചെല്ലുവനെ പേടിക്കണ്ട, ചെറിയൊരു ടെൻഷൻ എന്തോ ഒരു കുഴപ്പമാണല്ലോ. അതിനകത്ത് പെട്ടെന്നൊരു കൈ വന്ന മുഖത്ത് അടിച്ച് എന്തോ ഭയങ്കര സംഭവമാണ്. എത്ര ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്ന കാപ്പി കിട്ടി അല്ലേ? ഒരു മിനിറ്റ്, അതിനകത്ത് എന്തായിരിക്കും റോബിൻ? സർ, നമ്മൾ ഹൈജീനിക് ഇംപ്രൂവ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും സർ. നോക്കാം നോക്കാം. ആ എന്തൊക്കെയാണെന്ന് പറയൂ. ഇത് ചൂലാണ്, ഇത് ടൂത്ത് ബ്രഷ് ആണ്, പേസ്റ്റ് ആണ്, സോപ്പ് പൊടി, ടവൽ. കുളിക്കാൻ സോപ്പ്, അലക്കാൻ പൗഡർ, തുടയ്ക്കാൻ ടവല്. കണ്ടോ, റോബിൻ ഏതാണ്ട് കറക്റ്റായിട്ട് പറഞ്ഞു. എന്തായാലും ആ നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി മിടുക്കന്മാരും മിടുക്കുകളായിട്ടിരിക്കും. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം ഞാൻ പറയാം. ഒരു ചെറിയ ബ്രേക്ക്. സോറി, സോറി അറിയാം. എൻ്റെ അടുത്താണ് വന്ന് പറഞ്ഞത്. എൻ്റെ അടുത്ത് ഞാൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ആയിരുന്നു. അപ്പൊ അതന്നെ എനിക്ക് ഇപ്പോഴാണ് കത്തിയത്. എന്നിട്ട് ലേറ്റ് ആയിട്ട് കത്തണേ. ഹെൽത്ത് ഇൻസ്പെക്ടർ പറയാൻ പറഞ്ഞു വൃത്തിയുടെ കാര്യം. നീ അപ്പോഴാണ് തുണി അവിടെ വെച്ചിരുന്നത്. സെറ്റ് ചെയ്ത് ഞാനല്ല വെച്ചത്. വെച്ചാല് സാധനം തൊട്ട് വരുത്. എന്റെ ഒരു സാധനം തൊട്ട് വരുത്. ഞാൻ ഇപ്പൊ പറയുന്നത് ചേച്ചി എന്റെ തുണികൾക്ക് മാറ്റിയിട്ട് ആ സോഫയിൽ വെച്ചത് ഞാനാണോ അവിടെ വെച്ചത്? ഞാനാ വെച്ചത്. പേടങ്ങി എൻ്റെ അടുത്ത്. പിന്നെ നാട്ടുകാർ മൊത്തം കേട്ടില്ല. എനിക്കാണ് ഹൈജീൻ കുറവ്. എന്റെ സാധനങ്ങൾ ഞാൻ എന്റെ ഷെൽഫിലല്ലേ വെച്ചിട്ടുണ്ടായിരുന്നേ. ആ ഷെൽഫിലേക്ക് മറ്റുള്ളവരുടെ സാധനം വെക്കേണ്ട. ഇപ്പൊ ബ്രെഡ് കാലിയല്ലേ തിരിച്ചു മാറിക്കും. എന്തോന്ന് എന്നെ നേരത്തെ പറഞ്ഞതാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ലക്ഷ്മി പ്രിയ തന്നെയാണ് എന്റെ ഡ്രസ്സ് അവിടെ എടുത്ത് വെച്ചത്. എന്നിട്ട് ഹെൽത്ത് ഇൻസ്പെക്ടറോട് പോയി പറഞ്ഞ് എന്റെ കഴുകാത്ത തുണി അവിടെ ഉണ്ടെന്ന്. എന്റെ ഡ്രസ്സ് വെക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല കുട്ടി. എനിക്ക് മുഷിന്റെ തുണികളുടെ കൂട്ടത്തിൽ എന്റെ ഡ്രസ്സ് വെക്കാൻ പറ്റില്ല. അത് അവരവരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരാളെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് അവരുടെ കബോർഡ്സ് ഒക്കെ വൃത്തിയാക്കി മറ്റൊരാൾക്ക് സ്പേസും കൂടി ഉണ്ടാക്കി കൊടുക്കണമായിരുന്നു. ഇത് പിന്നെ ശീലമായതുണ്ടെങ്കിൽ കുഴപ്പമില്ല. 4 വശത്തുനിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. എനിക്ക് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞതായി കുറ്റം. ആ കുട്ടി ചെയ്യാത്തതല്ല കുറ്റം. ഇത്ര ദൂരത്ത് പിടിച്ചിട്ടാണ് ഓരോ തുണിയായിട്ട് എടുത്തത്. നടി എനിക്കറിയാം അവിടെ ലവ് ചെയ്യുന്നത്. അതുകൊണ്ടല്ലേ ഞാൻ നമ്മുടെ കുറെ കഷ്ടപ്പെട്ട് നടന്നത്. ലക്ഷങ്ങളുടെ മനസ്സിലാക്കിയ പുഷ്പ നാളെ വൈകുന്നേരം 5 മണിക്ക് നമ്മുടെ ഏഷ്യാനെറ്റിൽ. 24 തവണ റിജക്ട് ചെയ്തതാണ്. ഇത്തവണ വേണ്ട. ഇത് പെർഫെക്റ്റ് ആണ്. ഞാൻ പ്രോജക്റ്റിൽ വെറും ഇൻവെസ്റ്റർ മാത്രമല്ല, ഞാനൊരു അഭിമുഖനായ അച്ഛൻ കൂടിയാണ്. നിമിഷവും സ്വർണ്ണം കൊണ്ട് ആഘോഷിക്കും. Zebra crossing road, uncle.
പഠിച്ചിട്ട് ഒരു വർഷമില്ല. ഇപ്പോൾ മുതൽ